ഗൈസ് വെൽക്കം ബാക്ക്. അഭിഷേകാണ്. ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ ഓൾ ന്യൂ ഡൊമിനോർ 400, അതായത് ബജാജ് ഡൊമിനോർ 400 നമ്മുടെ ട്രിവാൻഡ്രം പൈനിയർ ബജാജിൽ നിന്നാണ് നമുക്ക് ഈ ഒരു വണ്ടി തന്നിട്ടുള്ള. അതിൻ്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ ആണ് കേട്ടോ. അതായത് ഒരുപാട് അപ്ഡേഷനൊക്കെ വന്നിട്ടുള്ള, എല്ലാവരും കാത്തിരുന്നൊരു അപ്ഡേഷനാണ് ഡൊമിനോറിൻ്റെ മീറ്റർ അപ്ഡേഷൻ. ആ ഒരു അപ്ഡേഷൻ വന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലാണ് ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിലിരിക്കുന്നത് ഈ ഒരു ബജാജ് ഡൊമിനോർ കേട്ടോ. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ ഗൈസ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വണ്ടിയെ പറ്റിയുള്ള ഒരു കംപ്ലീറ്റ് റിവ്യൂ ആണ് കേട്ടോ. എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ റിവ്യൂ എടുക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിൽ പോകാമല്ലേ. സോ ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് AK50 എന്ന് പറയുന്നത് എൻ്റെ ചാനലാണ്. സോ നമുക്ക് വീഡിയോയിലൂടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. മാത്രമല്ല നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐഡി ഫേസ്ബുക്ക് പേജ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ജസ്റ്റ് ഒന്ന് കയറി പവർ ആക്കട്ടെ. നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ അവിടെ വണ്ടിക്കാരെയും മാത്രം. സോ വീഡിയോയിലോട്ട് പോകും. ഹേ ഗൈസ്, ഈ കാണുന്നതാണ് നമ്മുടെ ഏറ്റവും പുതിയ ബജാജ് ഡൊമിനോർ 400 കേട്ടോ. ഏറ്റവും പുതിയതാണ്, അതായത് ലേറ്റസ്റ്റ് മോഡൽ ഡൊമിനോർ 400 ആണ്. ആഫ്റ്റർ മീറ്റർ അപ്ഡേഷൻ ഡൊമിനോർ ഓണേഴ്സ് കാത്തിരുന്ന ഏറ്റവും വലിയ അപ്ഡേഷൻ മീറ്റർ അപ്ഡേഷനിൽ കഴിഞ്ഞിട്ട് വന്ന നമ്മുടെ ഏറ്റവും പുതിയ ബജാജ് ഡൊമിനോർ 400 ആണ്. സോ ഈ വണ്ടിയെ പറ്റി പറയുവാണെങ്കിൽ ലുക്കിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള മാറ്റവും കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ലുക്ക് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സെയിം കളേഴ്സിലാണ് ഇപ്പോഴും വരുന്നത്. 400cc ബ്ലാക്കും, അതായത് മാറ്റ് ബ്ലാക്കും ഒരു ഗ്ലോസി ഗ്രീനും കൂടെ വരുന്ന ഒരു കളറാണ് ഇപ്പോഴും വരുന്നത്. അതുപോലെ രണ്ട് കളർ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, മാറ്റ് ബ്ലാക്കും ഗ്രീനും മാത്രമേ ഉള്ളൂ. അതുപോലെ നമ്മുടെ വൈസർ, ടൂറിംഗ് വൈസർ, ഇത് കഴിഞ്ഞ അപ്ഡേഷനിൽ വന്നതാണ് കേട്ടോ. ഈ ഒരു ടൂറിംഗ് വൈസറും നമ്മുടെ അണ്ടർ ബെല്ലി ഈ ഒരു പാനലുണ്ടല്ലോ, ചെളിയടിച്ച് കയറാതിരിക്കാനുള്ള ഈ ഒരു പാനലും കഴിഞ്ഞ അപ്ഡേഷനിൽ വന്നതാണ്. ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഡിഫറൻസ് കൂടെ വന്നിട്ടുണ്ട്, പറഞ്ഞുതരാം. അത് ലാസ്റ്റ് ആവട്ടെ കേട്ടോ. ഫ്രണ്ടിൽ 43mm USD ഫോർക്ക്, പഴയതുപോലത്തെ അതേ സെയിം USD ഫോർക്ക് തന്നെയാണ് ഫ്രണ്ടിൽ വരുന്നത്. ടയറിൻ്റെ കാര്യത്തിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ഡയമണ്ട് കട്ട് അലോയിൽ MRFൻ്റെ ടയർ തന്നെയാണ് വരുന്നത്. 110/70 ഫ്രണ്ട് ടയർ സൈസ് വരുന്നത്. വലിയ മാറ്റങ്ങളൊന്നും ഫ്രണ്ടിലോട്ടുള്ള സെക്ഷനിലൊന്നും വന്നിട്ടില്ല കേട്ടോ. അതുപോലെ നമ്മുടെ ഫൈബർ മഡ് ഗാർഡ് പറഞ്ഞുകൊണ്ട് ടയർ സൈസും നമ്മുടെ USD ഫോർക്കും വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല, പഴയ സാധനം തന്നെയാണ്. 43mm USD ഫോർക്കും MRFൻ്റെ 110/70 ഫ്രണ്ട് ടയറാണ് വരുന്നത് കേട്ടോ. അതുപോലെ നമ്മുടെ റേഡിയേറ്റർ ഗാർഡും നോക്കുകയാണെങ്കിൽ അതേ സെയിം സാധനം, റേഡിയേറ്ററും എല്ലാം സെയിം ആണ്. സോ നമ്മുടെ ഹെഡ്ലൈറ്റിലോട്ട് വരുവാണെങ്കിലും വലിയ മാറ്റങ്ങളൊന്നും ഇവിടെയും വന്നിട്ടില്ല കേട്ടോ. നമ്മുടെ ടൂറിംഗ് വൈസർ കഴിഞ്ഞ അപ്ഡേഷനിൽ വന്നതാണ്. ഈ ഒരു ടൂറിംഗ് വൈസറും ഹാൻഡിൽ ഗാർഡും പിന്നെ നമ്മുടെ മെയിൻ അപ്ഡേഷൻ ഇവിടെ ഇരിക്കുന്ന അത് ഞാൻ എന്തായാലും പറഞ്ഞുതരാം. ഇവിടെ നിന്ന് ഒരു സാധനം അവരെടുത്ത് മാറ്റി കേട്ടോ. അതായത് ഈ ഒരു കോമ്പോയിൽ പറഞ്ഞാൽ ഇവിടെ ഒരു സാധനം ഉണ്ടായിരുന്നു പഴയ ഇതിൽ, അതെടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്താണെന്ന് ഗസ് ചെയ്യാം കേട്ടോ, ലാസ്റ്റ് പറഞ്ഞുതരാം. സോ മീറ്ററിലോട്ട് നമുക്ക് വരാം. അതുപോലെ തന്നെ നമ്മുടെ ഡൊമിനോറിൻ്റെ ഫ്യൂൽ ടാങ്ക് ഏകദേശം 13 ലിറ്റർ കപ്പാസിറ്റി തരുന്ന ഒരു ഫ്യൂൽ ടാങ്കാണ് ഡൊമിനോറിന് പറഞ്ഞ കേട്ടോ. അതിപ്പം ഡൊമിനോർ 400-നായാലും നമ്മുടെ 250-ക്കായാലും അതേ സെയിം ടാങ്ക് മെത്തേഡ് തന്നെയാണ്. ഒരു 13 ലിറ്ററൊക്കെയാണ് നമ്മുടെ വണ്ടിക്ക് കൊള്ളുന്ന പെട്രോൾ കേട്ടോ. സോ ഇതിൽ തരുന്ന മൈലേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 30 കിലോമീറ്ററാണ് കമ്പനി പറയണം. പക്ഷേ നമ്മൾ ഓട്ടിപ്പനുസരിച്ചിരിക്കും ഈ വണ്ടിയിൽ തരുന്ന മൈലേജ്. പിന്നെ നമ്മുടെ സീറ്റിങ്ങിലോട്ട് പറഞ്ഞെങ്കിലും റൈഡർക്കും പില്ലിയനൊക്കെ അത്യാവശ്യം നല്ല കംഫർട്ട് തരുന്ന ആ ഒരു പഴയ സീറ്റിംഗ് മെത്തേഡ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ സീറ്റിൽ. പിന്നെ നമ്മുടെ സീറ്റിൻ്റെ മെറ്റീരിയൽ മാറ്റിയിട്ടുണ്ട്, അതായത് റെക്സിൻ ടൈപ്പ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പഴയ മോഡൽ പറഞ്ഞാൽ അത് റെക്സിനൊന്നും അല്ല, ഇപ്പോൾ വരുന്ന ഒരു വെറൈറ്റി വേറൊരു ടൈപ്പ് റെക്സിനാണ് വരുന്നത്. ഇത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സോഫ്റ്റ് ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു സീറ്റ്. അതെൻ്റെ ചോയ്സാണ്, എന്തായാലും ഇതിനെപ്പറ്റി കറക്റ്റ് അറിയത്തില്ല. സോ മിററും കാര്യങ്ങളൊക്കെ പഴയ മിറർ തന്നെയാണ്, നമ്മുടെ നോൺ വൈബ്രേഷൻ മിററാണ് ഇത്. ഈ ഒരു മിററിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിലും വൈബ്രേഷൻ കുറവായിരിക്കും കേട്ടോ. ഇതൊരു അലോയ് മിററാണ്. അലോയ് മിററിൻ്റെ പ്രത്യേകത വൈബ്രേഷൻ കുറവായിരിക്കും. ഇപ്പോഴുള്ള നമ്മുടെ ഡൊമിനോർ ഉൾപ്പെടെയുള്ള എല്ലാ വണ്ടിയിലും, ഒട്ടുമിക്ക എല്ലാ വണ്ടിയിലും ഈ ഒരു മിററാണ് ബജാജ് കൊടുക്കുന്നത് കേട്ടോ. കാരണം വണ്ടി നമുക്കൊരു 80 കിലോമീറ്ററിനപ്പുറം കയറി കഴിഞ്ഞാൽ വണ്ടിയുടെ വൈബ്രേഷൻ കൂടുമെന്നുള്ളതുകൊണ്ട് വൈബ്രേഷൻ മാറ്റാനായിട്ടുള്ളൊരു മിററാണ് ഇപ്പോൾ ബജാജ് കൊടുക്കുന്നത്. അതെന്തുകൊണ്ടും ഒരു ബെറ്റർ ഓപ്ഷനാണ്, അല്ലെങ്കിൽ ഒരു വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ അത്. സോ ഇനി നമ്മുടെ ബാക്ക് ടയറിലോട്ട് വരുവാണെങ്കിൽ ബാക്ക് ടയർ സൈസ് വരുന്നത് വെച്ചാൽ 150/60/17 ബാക്കിലത്തെ ടയർ സൈസ് കേട്ടോ. 150/60/17 ബാക്കിലത്തെ ടയർ സൈസ്. MRFൻ്റെ അതേ സെയിം ടയർ തന്നെയാണ്, വേറെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ പഴയ അപ്ഡേഷനിൽ വന്നിട്ടുള്ള സാധനമാണ്. നമ്മുടെ ടൂറിംഗ് കാരിയർ, ടോപ്പ് ബോക്സും സെറ്റ് ചെയ്യാം, സാഡിൽ സ്റ്റേയും സെറ്റ് ചെയ്യാം എന്നുള്ള ടൂറിംഗ് കാരിയർ. പിന്നെ നമ്മുടെ ഡൊമിനോറിൽ ഇപ്പോഴത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്, നമ്മുടെ ഡൊമിനോർ സ്റ്റോക്കായിട്ട് സാഡിൽ സ്റ്റേ ഇറക്കാൻ പറ്റും കേട്ടോ. എക്സ്ട്രാ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡൊമിനോറിൻ്റെ തന്നെ ബജാജിൻ്റെ സാഡിൽ സ്റ്റേ ഉണ്ട്, അത് നമുക്ക് ഷോറൂമിൽ നിന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അത് എക്സ്ട്രാ കോസ്റ്റ് ആണ് കേട്ടോ. ഇതാണ് ഈ ഒരു ലുക്കാണ് നമ്മുടെ വണ്ടി സ്റ്റോക്കായിട്ട് വരുന്നൊരു ലുക്ക്. കംപ്ലീറ്റ് ഈ ഒരു ലുക്കിലായിരിക്കും കിട്ടുക. ഇതിന് പുറമെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുണ്ടെങ്കിലും അതിന് എക്സ്ട്രാ കോസ്റ്റ് കമ്പനി ഈടാകും കേട്ടോ. അത് എപ്പോഴും ഓർമ്മ വേണം, എക്സ്ട്രാ കോസ്റ്റ് എപ്പോഴും ഉണ്ടാവും.
സോ നമ്മുടെ ഡബിൾ ബാരൽ സൈലൻസർ തന്നെയാണ് ഇതിലുള്ളത്. ഡ്യുവൽ ബാരൽ സൈലൻസറാണ് ബാക്കിൽ വന്നിട്ടുള്ളത്. ഇതിൻ്റെ സൈലൻസർ എക്സോസ്റ്റിനോട്ട് ഞാൻ കേൾപ്പിച്ച് തരാം. പിന്നെ ഇതിൽ എക്സോസ്റ്റിൽ പറയുകയാണെങ്കിൽ കുറച്ചുകൂടി ഫിസിലിംഗ് സൗണ്ട്, അതായത് നമ്മുടെ ഡൊമിനോറിന് മാത്രമുള്ളൊരു ഫിസിലിംഗ് സൗണ്ട് ഇതിൽ കുറച്ചുകൂടെ കൂടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. മറ്റ് ഡൊമിനോറിൻ്റെ, ഇതിന് പഴയ ഡൊമിനോറിൻ്റെ അപേക്ഷിച്ച് ഇതിലോട്ട് വരുമ്പോൾ കുറച്ചുകൂടെ ഫിസിലിംഗ് സൗണ്ട് കുറച്ചുകൂടെ കൂടിയതായിട്ട് എനിക്ക് തോന്നുന്നതാണ്. സോ നമുക്കിനി എന്തായാലും ഇതിൽ വന്ന മാറ്റങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. ഒരുപാട് പേര് കാത്തിരിക്കുന്ന ആ ഒരു മാറ്റങ്ങൾ അറിയാനായിരിക്കും. ഇപ്പോൾ തന്നെ ഓൾറെഡി ഒരുപാട് പേര് സ്കിപ്പ് അടിച്ച് ആ മാറ്റങ്ങളൊക്കെ കണ്ടു കാണും. സോ ഇതാണ് നമ്മുടെ പുതിയ ഡൊമിനോറിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു അപ്ഡേഷൻ. ഏറ്റവും വലിയ അപ്ഡേഷൻ എന്ന് വെച്ചാൽ ഏറ്റവും വലിയ അപ്ഡേഷനാണ് കേട്ടോ, മീറ്റർ അപ്ഡേഷനാണ്. സോ നമുക്ക് കീ ഓണാക്കി നോക്കാം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ഡൊമിനോറിൻ്റെ ഏറ്റവും പുതിയ മീറ്റർ അപ്ഡേഷൻ കേട്ടോ. മീറ്റർ മാത്രമല്ല, നമ്മുടെ സ്വിച്ച് മൊഡ്യൂൾസ് കാര്യങ്ങൾ ഉൾപ്പെടെ മാറിയിട്ടുണ്ട് കേട്ടോ. അതായത് ഒട്ടുമിക്ക ഡൊമിനോർ ഓണേഴ്സും കാത്തിരുന്നൊരു കാര്യമാണിത്. പക്ഷേ ഇതിന് മുന്നേ വണ്ടി എടുത്തവരിപ്പം ഈ ഒരു അവസ്ഥയിലായിരിക്കും. കാരണം ഒരുപാട് പേര് കാത്തിരുന്നൊരു കാര്യം ഇതിൽ വന്നപ്പോൾ ഇനി ഡൊമിനോർ എടുക്കുന്നവർക്ക് ഇതെന്തായാലും ഒരു വെർത്തായിട്ടുള്ള കാര്യമാണ് കേട്ടോ. പക്ഷേ ബേസിക്കലി എൻ്റെ അടുത്ത് ചോദിക്കുവാണെങ്കിൽ എനിക്ക് ഈ മീറ്റർ വലുതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് എൻ്റെ അഭിപ്രായമാണ്. ഈ മീറ്റർ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടായിരിക്കാം. ഒരുപക്ഷെ ഞാൻ മാത്രമായിരിക്കും ഈ ഒരു മീറ്റർ ഇഷ്ടപ്പെടാത്തതായിട്ടുള്ളത്. ഈ ഒരു മീറ്റർ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഇഷ്ടപ്പെട്ടൊരു കാര്യമുണ്ട്, മീറ്ററിൽ ബജാജിൻ്റെ ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ സ്വിച്ച് മൊഡ്യൂൾ കേട്ടോ. നമ്മുടെ പാസ് ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഇവിടെയാണ് വരുന്നത്. അതുപോലെ നമ്മുടെ ഫുൾ സെറ്റ് മാറിയിട്ടുണ്ട്. ഈ ഒരു സ്വിച്ച് മൊഡ്യൂൾ ഫുള്ളായിട്ട് മാറിയിട്ടുണ്ട്. സെറ്റ് പറഞ്ഞിട്ടുണ്ട്, അപ്പ് ഡൗൺ ബാക്ക് ഇൻഡിക്കേറ്റർ ഹോൺ. പിന്നെ ഹോണിൻ്റെ സൗണ്ട് മാറിയിട്ടുണ്ട്. അതും കൂടെ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം. ഇതാ ഇവിടെയാണ് നമ്മുടെ ഹോൺ വരുന്നത്, റേഡിയേറ്ററിൻ്റെ ഭാഗത്തായിട്ട്. ഹോണിൻ്റെ സൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ട, ഈ ഒരു സൗണ്ടാണ് ഹോണിന് വരുന്നത്. ഹോണിൻ്റെ സൗണ്ട് ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട്. അത് ഞാൻ കണ്ടുപിടിച്ചൊരു കാര്യമാണ്. കാരണം ഞാൻ വന്നപ്പോൾ തന്നെ ഹോൺ അടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്വിച്ച് കണ്ടാൽ ഇത് കുറച്ചുകൂടി നല്ല കംഫോർട്ടാണ് കേട്ടോ ഹോൺ അടിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ഹോൺ മാറിയിട്ടുണ്ട്. അതുപോലെ റൈറ്റ് സൈഡിലോട്ട് വരുവാണെങ്കിൽ നമ്മുടെ 4 ഇൻഡിക്കേറ്റർ ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ച് പറഞ്ഞുണ്ട്. ഇത് ഇടുവാണ് എന്നുണ്ടെങ്കിൽ വണ്ടിയുടെ 4 ഇൻഡിക്കേറ്റർ എപ്പോഴും ഓൺ ആയിരിക്കും. ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ വണ്ടിയുടെ ഇഗ്നിഷൻ ഓഫ് ചെയ്യുന്നുവെങ്കിലും 4 ഇൻഡിക്കേറ്റർ എപ്പോഴും കത്തിക്കിടക്കും. അതിനൊരു പോരായ്മ ഉണ്ട് എന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ഇവിടെ ഒതുക്കിയിട്ട് പോയാൽ ആരെങ്കിലും വന്നത് കത്തിച്ച് വെച്ചാൽ ബാറ്ററി ഡൗൺ ആവാം എന്നുള്ളൊരു ചാൻസ് ഉണ്ട്. പക്ഷേ കമ്പനി അതിനെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും. കാരണം നമുക്ക് ഇവിടെ ഓഫാക്കാം, ഓണാക്കാം. അപ്പം ഇതാണ് വണ്ടിയിലുള്ള ഒരു അപ്ഡേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്ക് മീറ്ററിലോട്ട് വരാം. മീറ്ററിൽ എന്തൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം തന്നെ നമുക്ക് ഇനി വണ്ടിയിൽ പ്രൈമറി മീറ്റർ, സെക്കൻഡറി മീറ്റർ അങ്ങനൊരു കാര്യമില്ല കേട്ടോ. ഇനി നമ്മുടെ വണ്ടിയിൽ ഒരേ ഒരു മീറ്ററേ ഉള്ളൂ, പ്രൈമറി മീറ്റർ, അതായത് മെയിൻ മീറ്റർ മാത്രം. ഇവിടെ വരുന്ന സെക്കൻഡറി മീറ്റർ ഇനി ഇല്ല. ആ ഒരു ഭാഗത്ത് നമ്മുടെ ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. E20 അപ്ഡേഷനാണ് ഈ ഒരു വണ്ടി. കഴിഞ്ഞതും E20 അപ്ഡേഷൻ തന്നെയാണ്. സോ ഈ ഒരു വണ്ടിയിൽ പുതിയതായിട്ട് ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഇവിടെ ഒരു മൊബൈൽ ഹോൾഡർ വാങ്ങി വെച്ചാൽ മാത്രമേ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റൂ. വണ്ടി റണ്ണിങ് സമയത്ത് ചാർജ് കൊടുത്തിട്ട് മൊബൈൽ പോക്കറ്റിലിട്ട് ഒരിക്കലും ഓടിക്കരുത്, അത് ഡേഞ്ചറാണ്. സോ ഒരു മൊബൈൽ ഹോൾഡർ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ചാർജ് ചെയ്ത് നിങ്ങൾക്ക് വണ്ടിയിൽ വെച്ച് ഉപയോഗിക്കാൻ കേട്ടോ. എപ്പോഴും മൊബൈൽ ഹോൾഡർ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഐഫോൺ പോലത്തെ ഫോണൊക്കെ ഉപയോഗിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആൻറ്റി സ്റ്റെബിലൈസർ വരുന്നൊരു മൊബൈൽ ഹോൾഡർ മാത്രം മേടിക്കാനായിട്ട് ശ്രദ്ധിക്കാട്ടെ. കാരണം ആൻറ്റി സ്റ്റെബിലൈസർ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റെബിലൈസർ അടിച്ചു പോകാത്തൊരു മൊബൈൽ ഹോൾഡർ വാങ്ങിച്ച് വയ്ക്കുക. നോർമൽ മെറ്റൽ ടൈപ്പ് ഒന്നും വാങ്ങിച്ച് വയ്ക്കാതിരിക്കുക. കുറച്ച് കോസ്റ്റ് കൂടിയാലും നല്ല സാധനം മേടിച്ച് വയ്ക്കുക കേട്ടോ. സോ മുന്നത്തെ ഈ ഒരു വണ്ടിയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടൂറിംഗ് വൈസർ വന്ന സമയത്ത് ഇവിടെ മൊബൈൽ ഹോൾഡറിനായിട്ടൊരു ചെറിയ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. ഇവിടെ ഞാൻ ഫോട്ടോ കൊടുത്തിരിക്കാം. ഈ ഒരു സ്റ്റാൻഡ് ഇപ്പോഴത്തെ നമ്മുടെ ഡൊമിനോറിലില്ല കേട്ടോ. അത് ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി. ഇപ്പോഴത്തെ ഡൊമിനോറിൽ നമുക്ക് ആ ഒരു സ്റ്റാൻഡ് അവൈലബിൾ അല്ല. സോ പഴയ ഡൊമിനോറിൽ ആ ഒരു സ്റ്റാൻഡ് അവൈലബിൾ ആയിരുന്നു. അത് എന്തുകൊണ്ട് ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരുന്നു. കാരണം നമുക്ക് ഒരു മൊബൈൽ ഹോൾഡർ വയ്ക്കുമ്പോൾ മഴ നനയും എന്നുള്ള പേടിയില്ല. കാരണം ഈ വൈസർ അത്യാവശ്യം നല്ല ഹൈറ്റിൽ വരണോണ്ട് തന്നെ മൊബൈൽ മഴ നനയത്തില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു മീറ്റർ അപ്ഡേഷൻ വന്നതിന് ശേഷം ആ ഒരു സാധനം അവർ കംപ്ലീറ്റ് എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് മീറ്ററിലോട്ട് വരാം. മീറ്ററിലോട്ട് വരുമ്പോൾ 188 കിലോമീറ്ററൊക്കെ ഫസ്റ്റ് ഡേ തന്നെ കാണിക്കുന്നുണ്ട്. 199 കയറിയിട്ട് വണ്ടിയുടെ ഇത് ഓഫ് ആവുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ കിൽ സ്വിച്ചും എൻജിൻ സ്വിച്ചും കാര്യങ്ങളൊക്കെ കേട്ടോ. അതായത് ഒറ്റ സ്വിച്ചിലാണ് ഈ ഒരു കൺട്രോൾ മൊത്തം വരുന്നത്. ഒറ്റ സ്വിച്ചിലാണ് കേട്ടോ. ഇതിപ്പോൾ ഫുൾ കംപ്ലീറ്റ് ഓഫാണ്. ഇപ്പോൾ വണ്ടിയുടെ ഇഗ്നിഷൻ ഓൺ ആയിട്ടുണ്ട്. അതായത് നമ്മുടെ ഫ്യൂൽ ഇഞ്ചക്ടർ ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. എക്സോസ്റ്റിനോട് ഞാൻ കേൾപ്പിച്ച് തരാം. ഇപ്പോൾ കണ്ട ഈ ഒരു വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട്. സോ ഇത് ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കിൽ സ്വിച്ച് ഉൾപ്പെടെ ഓഫ് ആവും. ഇഗ്നിഷൻ ഓൺ ആക്കുക, ഇഞ്ചക്ടർ ഓൺ ആയ സമയം സ്റ്റാർട്ട് ചെയ്യുക. ഇത്രേ ഉള്ളൂ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. കാരണം എല്ലാം ഒറ്റ സ്വിച്ചിൽ വരണുണ്ട്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പഴയതുപോലെ തന്നെയാണ് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച് ഡിമ്മും ബ്രൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്വിച്ച് മാത്രമേ ഉള്ളൂ.
സോ ഇനി നമുക്ക് ഇതിലോട്ട് വരുവാണെങ്കിൽ മീറ്ററിലോട്ട് വരുവാണെങ്കിൽ ഇതിൽ നമുക്ക് കൺട്രോൾ ചെയ്യാം കേട്ടോ. അപ്പം ഇതിൽ എഞ്ചിൻ കിൽ സ്വിച്ച് ഓഫ് എന്ന് കാണിക്കുന്നുണ്ട്, നമുക്ക് അതൊന്ന് ഓൺ ആക്കി കൊടുക്കാം. അപ്പോൾ റീഫ്യൂൽ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. റീഫ്യൂൽ കാണിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ബ്രൈറ്റ്നസ് കൂട്ടി കേട്ടോ. ഓക്കെ, റീഫ്യൂൽ കാണിക്കുന്നുണ്ട്. അപ്പം വണ്ടി റൺ ചെയ്താൽ മാത്രമേ നമുക്കിവിടെ സ്പീഡോമീറ്ററിൽ സ്പീഡ് കാണിക്കത്തുള്ളൂ. ഗിയർ ഇൻഡിക്കേറ്റർ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്, ന്യൂട്രലാണ് ഇപ്പോൾ. ഗിയർ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, RPM മീറ്റർ വരുന്നുണ്ട്, ടൈം വരുന്നുണ്ട്, വാർണിംഗ് ലൈറ്റ് വരുന്നുണ്ട്, സൈഡ് സ്റ്റാൻഡ് വരുന്നുണ്ട്. ഈ MTC എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, അത് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. സോ ഇതാണ് നമ്മുടെ മോഡ്: റോഡ് മോഡ്, സ്പോട്ട് മോഡ്, റെയിൻ മോഡ്, ഓഫ് റോഡ് മോഡ്. ഈ ഒരു 4 റൈഡിങ് മോഡ് വരുന്നുണ്ട്. ഓഡോമീറ്റർ വരുന്നുണ്ട്, കിലോമീറ്റർ അതായത് നമ്മുടെ ഫ്യൂൽ ഗേജും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ വണ്ടിയുടെ മീറ്ററിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ. 4 മോഡാണ് ഇതിൽ വരുന്നത്: റോഡ്, സ്പോട്ട്, റെയിൻ, ഓഫ് റോഡ് തുടങ്ങി 4 മോഡുകൾ. സോ ഇനി നമുക്ക് ഇതൊക്കെ ഇവിടെയാണ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പം ഇതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ആദ്യം തന്നെ ഓഡോമീറ്റർ കിടക്കണുണ്ട്. ഓഡോമീറ്റർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ട്രിപ്പ് 1 ട്രിപ്പ് B ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടിയുടെ വെഹിക്കിൾ ഇൻഫോ നമുക്ക് നോക്കാൻ പറ്റും. കുറച്ചുകൂടി ബ്രൈറ്റ്നസ് കൂട്ടി കാണിച്ചു തരാം. കണ്ടോ, വണ്ടിയുടെ വെഹിക്കിൾ ഇൻഫോ നമുക്ക് നോക്കാൻ പറ്റും. ഇതിൽ എഴുതിയിട്ടുണ്ട് കണക്ടിവിറ്റി, നമുക്ക് മൊബൈലിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഇതെന്തായാലും ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ എടുത്തിട്ടിരിക്കാം കേട്ടോ. ബ്ലൂടൂത്ത്, മ്യൂസിക് അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളുണ്ട്. അതുപോലെ ട്രിപ്പ് ആൻഡ് ബൈക്ക്, ലാപ്പ് ടൈമർ അങ്ങനെ തുടങ്ങി. ഈ ലാപ്പ് ടൈമറൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പോട്ട് മോഡിന് ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങളാണ്. എത്ര ടൈമറിനുള്ളത് നമ്മൾ ഇത്ര സ്പീഡ് കയറി എന്ന് അറിയാൻ വേണ്ടിയിട്ട്. സോ സെറ്റിങ്സിൽ വരുന്നുണ്ടെങ്കിൽ ഫേവറേറ്റ്, ക്വിക്ക് സെലക്ട്, ക്ലോക്ക് ഡേറ്റ്, ബ്രൈറ്റ്നസ്. നമുക്ക് ബ്രൈറ്റ്നസ് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഹൈ ബ്രൈറ്റ്നസ് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ കുറച്ചുകൂടെ നല്ല ബ്രൈറ്റ്നസ് കയറിയില്ലേ. ഹൈ, മീഡിയം, ലോ അങ്ങനെ 3 ബ്രൈറ്റ്നസ് ലെവൽ വരുന്നുണ്ട്. സോ ക്ലോക്ക് നമുക്ക് ഇതിൽ തന്നെ ക്ലോക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഷോറൂമിൽ പോകേണ്ട അവസ്ഥയായിരുന്നു കേട്ടോ. സോ ക്വിക്ക് സെലക്ട് ഇതെന്താണ്? UP ഡൗൺ, അപ്പ് ഡൗൺ അതാണ് കേട്ടോ. അതൊക്കെ എന്താണെന്ന് നമുക്കിനി ഇതൊക്കെ ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഫേവറേറ്റ് ഇത് നമുക്ക് എനിക്ക് തോന്നുന്നു സ്പീഡ് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. ഫേവറേറ്റ് 1, ഫേവറേറ്റ് 2, 3, 4 അങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ വരുന്ന മീറ്റർ അപ്ഡേഷനിൽ വരുന്ന കാര്യങ്ങൾ. കണക്ടിവിറ്റി, ലാപ്പ് ടൈമർ, ട്രിപ്പ് എല്ലാം വരുന്നുണ്ട്. സോ ഓഡോമീറ്റർ വരുന്നുണ്ട്, ട്രിപ്പ് A, ട്രിപ്പ് B, ഡേറ്റ് അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ പലതും വരുന്നുണ്ട് കേട്ടോ. സോ ഇതിലാണ് നമുക്കതൊക്കെ സെലക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ മീറ്റർ അപ്ഡേഷൻ കേട്ടോ. മീറ്റർ അപ്ഡേഷനിൽ വരുന്ന കാര്യങ്ങൾ എത്രയേ ഉള്ളൂ. വന്നിട്ടുള്ള അപ്ഡേഷൻ മീറ്ററിലും നമ്മുടെ കിൽ സ്വിച്ചിൻ്റെ ഭാഗത്തും സ്വിച്ച് മൊഡ്യൂളിൻ്റെ കാര്യത്തിലുമാണ് ഇത്രയും വലിയ അപ്ഡേഷൻ വന്നിട്ടുള്ള. ഇനി പറഞ്ഞ വേറൊരു അപ്ഡേഷൻ ഞാൻ കാണിച്ചു തരാം. അത് ഒരു പക്ഷേ എല്ലാ ഡൊമിനർ ഓണേഴ്സും കാത്തിരുന്നൊരു അപ്ഡേഷനാണ്. നമ്മുടെ സൈലൻസർ ഗാർഡ് കേട്ടോ. ഈ ഒരു സാധനം സത്യം പറയല ഗൈസ് ഏറ്റവും വേണ്ട ഒരു സാധനമാണ്. ഈ ഒരു സാധനം ഉറപ്പായിട്ടും എല്ലാ ഡൊമിനർ ഓണേഴ്സും കാത്തിരിക്കുന്ന ഒരു അപ്ഡേഷൻ ആയിരിക്കും ഇത്. കാരണം ആസ് എ ഡൊമിനർ ഓണർ എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം നമ്മൾ ഏത് ട്രാക്കിൽ പോയാലും, ട്രാക്ക് എന്നല്ല ഗൈസ്, മഴ സമയത്ത് റോഡിൽ ഓടിച്ചാൽ പോലും വണ്ടിയുടെ സൈലൻസർ ചെളി അടിച്ച് ഒരു വൃത്തികെട്ട പരുവാണ് കേട്ടോ. നമ്മൾ എത്ര വാഷ് ചെയ്യാൻ നോക്കിയാലും അത് വാഷ് ആവത്തില്ല. ഇത് നമ്മുടെ ബെൻ പൈപ്പിനെ കവർ ചെയ്തിട്ടുള്ള, അതായത് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ള ഒരു മെറ്റൽ പൈപ്പാണ് കേട്ടോ. ഇത് വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ ആ ഒരു ബെൻഡ് പൈപ്പിൽ ഇനി ചെളി അടിച്ച് കയറില്ല. ചെളി അടിച്ച് കയറിയാലും ഇതിലേ കയറും. ഇതിൽ നമുക്ക് വാഷ് ചെയ്ത് കളയാൻ പറ്റും കേട്ടോ. സോ ഇത് ഒരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വെർത്തായിട്ടുള്ള കാര്യമാണ്. സോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഡൊമിനോർ 400 ഏറ്റവും പുതിയ ഡൊമിനോർ 400 എന്ന് പറയുന്നത് വന്നിട്ടുള്ള മാറ്റങ്ങൾ ഇതൊക്കെയാണ് ഗൈസ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനൽ സബ് ചെയ്ത് കൂടെ കൂടിക്കോ. ഞാൻ പറഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ജസ്റ്റ് ഒന്ന് കയറി പവർ ആക്കേട്ടാ. ഡൊമിനോറിൻ്റെ ഓൺ റോഡ് റിവ്യൂ എടുക്കണമെന്നുണ്ട്. പക്ഷേ എൻ്റെ ഗോപ്രോ പണി തന്നതുകൊണ്ട് നമുക്ക് ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്ത് നമുക്ക് വ്ളോഗ് ചെയ്യാനുള്ള സെറ്റപ്പ് ഇപ്പോൾ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് മാത്രമാണ് ഗൈസ്, അതുകൊണ്ട് വേറെ ഒന്നും വിചാരിക്കരുത്. സോ നമ്മുടെ ഓൾ ന്യൂ ഡൊമിനോർ 400 ഈസ് ഹിയർ. അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടി റിവ്യൂ ചെയ്യാനായിട്ട് തന്നിട്ടുള്ള നമ്മുടെ ഇൻചെക്കിലുള്ള പൈനിയർ ബജാജ് ആണ് കേട്ടോ. സോ ഈ ഒരു വണ്ടി ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ്. സോ വരിക, ബുക്ക് ചെയ്യുക, വണ്ടി എടുക്കുക. നമുക്ക് ഈ ഒരു വണ്ടി തന്ന ഇവർക്ക് എന്തായാലും ഒരു ഫെയ്ത്ത്ഫുള്ളി താങ്ക്സ് അറിയിച്ചോളാം. സോ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ കാണുന്നവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. അപ്പോൾ ബൈ ബൈ.